നമസ്കാരം. ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന കമ്പനിയാണ് ഇൻഡിഗോ. 2005 ആരംഭിച്ച് 2012 ആയപ്പോഴേക്കും എയർ ഇന്ത്യ എന്ന ഭീമനെ മറികടന്ന് രാജ്യത്തെ ആകാശത്തിൻ്റെ നിയന്ത്രണം പിടിച്ചെടുത്ത ഇൻഡിഗോ ലോകത്തിന് മുൻപിൽ ഇന്ത്യക്ക് വലിയ അഭിമാനമായിരുന്നു. ഇന്ത്യയിലെ ഇത്തരം പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളൊക്കെ നാണക്കേടിൻ്റെ ഗാഥകൾ രചിക്കുമ്പോൾ കാര്യക്ഷമതയുള്ള സർവീസിലൂടെ, ചെലവ് കുറഞ്ഞ വിമാന സർവീസിലൂടെ ലോകത്തിൻ്റെ കയ്യടി നേടി ലോകത്തെ തന്നെ എണ്ണം പറഞ്ഞ വിമാന കമ്പനികളിൽ ഒന്നായി ഇൻഡിഗോ മാറി. ഇന്ത്യൻ ആഭ്യന്തര വിപണിയുടെ ഏതാണ്ട് 66% ഇപ്പോൾ ഇൻഡിഗോയുടെ നിയന്ത്രണത്തിലാണ്. ഇൻഡിഗോയുടെ പ്രത്യേകത സമയകൃത്യത പാലിക്കുന്നു എന്നതും ചെലവ് കുറവാണ് എന്നതുമാണ്. ഒരു വിമാനയാത്രക്കാരനെ ഏറ്റവും ഇഷ്ടപ്പെടുന്ന രണ്ട് കാര്യങ്ങൾ അതാണ്. സമയത്ത് വിമാനം പറക്കണം, സമയത്ത് ചെല്ലണം, രണ്ട് നിരക്ക് കുറയണം. ആകാശയാത്ര ജനകീയമാക്കിയതിൽ ഇൻഡിഗോയ്ക്കുള്ള പങ്ക് ചില്ലറയല്ല. ഇന്ത്യയിലെ ഒട്ടുമിക്ക നഗരങ്ങളിലേക്കും ഇൻഡിഗോ വിമാനം പറത്തുന്നുണ്ട്. ഡൽഹിയാണ് പ്രധാനപ്പെട്ട ഹബ്ബ്. ഏതാണ്ട് 300ഓളം ഫ്ലൈറ്റുകളാണ് ഒരു ദിവസം ഡൽഹിയിൽ നിന്ന് പറക്കുന്നത്. 2700 ഫ്ലൈറ്റുകൾ ദിവസവും ഇൻഡിഗോയുടേതേ പറക്കുന്നു. 137 ഡെസ്റ്റിനേഷനുകളിലേക്കാണ് ഇൻഡിഗോ പറക്കുന്നത്. ഒരു ക്വാർട്ടറിലെ അവരുടെ യാത്രക്കാരുടെ എണ്ണം 32 മില്യനാണ്. അതായത് 3 കോടിയിലധികം പേരാണ് ഒരു ക്വാർട്ടറിൽ ഇൻഡിഗോയിൽ വഴി പറക്കുന്നത്. അങ്ങനെ ഏഷ്യയിലെ തന്നെ രണ്ടാമത്തെയോ മറ്റോ വലിയ കമ്പനിയാണ് ഇപ്പോൾ ഇൻഡിഗോ. ഇന്ത്യയിൽ വിമാനയാത്ര സമ്പന്നർക്ക് മാത്രമുള്ള ഒന്നായി മാറിയതിനെ മാറ്റി ഏത് സാധാരണക്കാരനും ചെയ്യാൻ കഴിയുമെന്ന് വരുത്തി തീർത്തത് ഇൻഡിഗോയാണ്. നമ്മൾ ബംഗാളികൾ എന്ന് വിളിക്കുന്ന വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെ പല തൊഴിലാളികളും ഇപ്പോൾ വിമാനത്തിൽ കേരളത്തിലേക്ക് വരാറുണ്ട്. 10,000 രൂപയിൽ താഴെ കൊടുത്താൽ അത് സാധിക്കുന്ന സാഹചര്യം ഉണ്ടാക്കിയത് ഇൻഡിഗോയാണ്. അതുകൊണ്ട് ഇൻഡിഗോ ഇന്ത്യയുടെ അഭിമാന സ്തംഭമാണ്. ഇൻഡിഗോ തകരാൻ പാടില്ല. ഇൻഡിഗോ തകരുന്ന ഏത് സാഹചര്യം ഉണ്ടായാലും അത് രാജ്യത്തിന് നാണക്കേടാണ്. അത് രാജ്യത്തിൻ്റെ വിശ്വാസ്യതയെ ബാധിക്കും. ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഇൻഡിഗോയെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് പലരും രംഗത്ത് വരുന്നു എന്നതാണ്. കേന്ദ്ര സർക്കാരിന് ഇൻഡിഗോയുടെ കലിപ്പുണ്ടായത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കാരണം ഇൻഡിഗോ എന്ന് പറയുന്ന കമ്പനി ഇന്ത്യയിലെ അറിയപ്പെടുന്ന വലിയ വ്യവസായികളുടേതല്ല. ടാറ്റയും ബിർളയും അദാനിയും അംബാനിയും ഒക്കെയാണ് ഇന്ത്യയിലെ വൻകിട വ്യവസായികളെങ്കിൽ അങ്ങനെയൊന്നും വരുന്ന ഒരു കമ്പനിയല്ല. ഒരു സാധാരണ ചെറുകിട മുതലാളി ആരംഭിച്ച് കാര്യക്ഷമമായി നടത്തിപ്പുകൊണ്ട് ലോകത്തിന് തന്നെ മാതൃകയായതാണ് ഇൻഡിഗോ. ആ കമ്പനി ഇന്ത്യയുടെ അഭിമാനമാണ്. അതിനെ തകർക്കാൻ അനുവദിച്ചുകൂടാ. പക്ഷേ തീർച്ചയായും ഒരേ ഒരു കമ്പനി മാത്രം ഏത് മേഖലയിലും കുത്തക സ്ഥാപിച്ചാൽ എന്തു സംഭവിക്കും എന്നതിന് തെളിവായി മാറി ഇൻഡിഗോയുടെ പ്രതിസന്ധി. കാരണം ഇൻഡിഗോ മാത്രമായി ബാക്കി പല വിമാന കമ്പനികളും ഇല്ലാതായി. എയർ ഇന്ത്യ എന്ത് ചെയ്യുന്നത് അവർക്ക് പോലും അറിയില്ല. അങ്ങനെ വന്നപ്പോൾ ഇൻഡിഗോയിലൊരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഇന്ത്യയുടെ വ്യോമഗതാഗതം മുഴുവൻ തടസ്സപ്പെട്ടു. ഉണ്ടാക്കുന്ന നഷ്ടം കോടികളാണ്. സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥന്മാരടക്കം, ജഡ്ജിമാരടക്കം ഇന്ത്യയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും ബിസിനസ്സുകാരും ഒക്കെ അവരുടെ യാത്ര മുടങ്ങുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് തന്നെ കോട്ടമുണ്ടായി. അത് തടയിടേണ്ടതുണ്ട്. ഈ പറയുന്ന ഒരേ വിമാന കമ്പനി തന്നെ സർവാധിപത്യം സ്ഥാപിക്കുന്നത് വലിയ കുഴപ്പമുണ്ടാക്കും. അതുകൊണ്ടാണ് ഈ മൊണോപ്പൊളി കുത്തകയ്ക്കെതിരെ പലപ്പോഴും അന്താരാഷ്ട്ര ഇടപെടലുകൾ ഉണ്ടാവുന്നത്. പക്ഷേ ഈ പ്രതിസന്ധിയുടെ പേരിൽ ഇൻഡിഗോയെ കുറ്റപ്പെടുത്തി അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. ഇപ്പോൾ കേന്ദ്ര സർക്കാർ കടുത്ത സമ്മർദ്ദവുമായി രംഗത്ത് വരുന്നുണ്ട്. കേന്ദ്ര വ്യോമയാന മന്ത്രി ഇൻഡിഗോയുടെ സിഇഒയെ വിളിച്ചു വരുത്തി ശാസിച്ചു. എല്ലാവർക്കും നഷ്ടപരിഹാരം കൊടുക്കണം എന്ന് പറഞ്ഞു. കൊടുക്കേണ്ടതാണ്. ഏതാണ്ട് 667 കോടിയോളം രൂപ ഇൻഡിഗോയ്ക്ക് റീഫണ്ട് കൊടുക്കേണ്ടി വന്നു. റീഫണ്ട് മാത്രമല്ല, നഷ്ടപരിഹാരം കൊടുക്കേണ്ടതുണ്ട്. ഒരു വ്യക്തിക്കുണ്ടായിരിക്കുന്ന നഷ്ടം മുഴുവൻ നികത്തേണ്ടതുണ്ട്. ഇൻഡിഗോയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് വലിയ നഷ്ടമുണ്ടാക്കേണ്ടി വരും. ഇതെല്ലാം തിരിച്ചു കൊടുക്കേണ്ട തുകയാണ്. ഇൻഡിഗോ എങ്ങനെ മുമ്പോട്ട് പോകും എന്ന് പോലും ബാധിക്കുന്ന തരത്തിൽ ഇത് മാറുന്നുണ്ട്. മാത്രമല്ല 10% സർവീസുകൾ വെട്ടിച്ചുരുക്കണമെന്ന് കേന്ദ്രം കർശനമായി നിർദ്ദേശിച്ചിരിക്കുന്നു. അത് പൈലറ്റ് റേഷ്യോ മാനേജ് ചെയ്യാനാണ്. എന്ന് വെച്ചാൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് പൂനെക്കുള്ള വിമാനമൊക്കെ നിന്നുപോകും. അതൊക്കെ ഇൻഡിഗോ വളരെ കാര്യക്ഷമമായി വിമാന സർവീസ് നടത്തുന്നത് കൊണ്ടാണ് അവർ ചെറിയ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ വളരെ ലാഭത്തിലല്ലാത്ത റൂട്ടുകളൊക്കെ നിന്നു പോകുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഇത് വിമാനമില്ലാത്തത് കൊണ്ടല്ല, നേരെ മറിച്ച് പൈലറ്റുമാരില്ലാത്തതുകൊണ്ട്. പൈലറ്റുമാരെന്ന് പറയുന്നത് ഏറ്റവും വില കൂടിയൊരു വകുപ്പാണ്. ഇന്ത്യയിൽ പെട്ടെന്ന് വില കൂടിയൊരു തൊഴിലാണ്. ഇന്ത്യയിൽ പെട്ടെന്ന് പൈലറ്റുമാരുടെ എണ്ണം വർദ്ധിച്ചു. കാരണം ഇഷ്ടംപോലെ വിമാനങ്ങൾ വരാൻ തുടങ്ങി. ഇൻഡിഗോയാണ് ഒരു പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് തന്നെ പൈലറ്റുമാരെ കിട്ടാനില്ല. അതിന് ഒരുപാട് നിബന്ധനകളുണ്ട്. ഒരാൾ പരിശീലനം പൂർത്തിയാക്കിയാലും അയാൾക്ക് വിമാനം ഓടിക്കാനായിട്ട് ഒരുപാട് നിബന്ധനകളുണ്ട്. ഇത്ര മണിക്കൂറൊക്കെ സേവനം വേണമെന്നുണ്ട്. അതൊരു വലിയ ശമ്പളമാണ്. ഒരു പൈലറ്റും ഒരു സ്ഥാപനത്തിൽ സ്ഥിരം ജോലിക്ക് പോകുന്നില്ല. അവരെല്ലാം കോൺട്രാക്റ്റാണ്. ആ കോൺട്രാക്ട് പീരീഡ് കഴിയുമ്പോൾ അവർ അടുത്ത സ്ഥാപനത്തിലേക്ക് പോകും. അവരുടെ പരിചയം കൂടുന്നതനുസരിച്ച് അവർ ഡിമാൻഡ് കൂടും. അവരെ കൊത്തിയെടുക്കാൻ വേണ്ടി ഇന്ത്യയിലെ വിമാന കമ്പനികൾ മാത്രമല്ല വിദേശത്തെ വിമാന കമ്പനികൾ മത്സരിക്കും. ഇപ്പോൾ ലോകത്തിൻ്റെ നാനാഭാഗത്തും ഇന്ത്യയിലേക്ക് വിമാനങ്ങൾ വരാറുണ്ട്. എമിറേറ്റ്സും ഖത്തറുമൊക്കെ ഇന്ത്യയിലെ ഒട്ടുമിക്ക എയർപോർട്ടുകളും എത്താറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ഡിമാൻഡാണ് നല്ല കാര്യക്ഷമതയുള്ള പൈലറ്റുമാർക്കുള്ളത്. അവിടെയാണ് ഇൻഡിഗോ പെട്ടിരിക്കുന്നത്.
ഇൻഡിഗോയുടെ പ്രതിസന്ധിയുടെ കാരണം പലരും വേണ്ടതുപോലെ മനസ്സിലാക്കിയിട്ടില്ല. കേന്ദ്ര ഗവൺമെൻറ് ഇക്കഴിഞ്ഞ ജൂണിൽ ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവരുന്നു. 1-ാം ഘട്ടം ജൂണിൽ നടപ്പിലാക്കുന്നു, നവംബറിൽ 2-ാം ഘട്ടം നടപ്പിലാക്കുന്നു. നവംബറിൽ 2-ാം ഘട്ടം നടപ്പിലാക്കിയപ്പോൾ ഇൻഡിഗോയ്ക്ക് ഇത് കോപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മറ്റ് കമ്പനികൾക്ക് എങ്ങനെ കഴിയുമെന്ന് ചോദിച്ചാൽ അവർക്ക് കുറച്ച് വിമാനമേ ഉള്ളൂ. ഇൻഡിഗോയ്ക്കാണ് 66% വിമാനം. അതായത് പൈലറ്റുമാർക്ക് കർശനമായ വിശ്രമം, റെസ്റ്റ് പീരീഡ്, ഇത്ര നിശ്ചിത മണിക്കൂർ പറന്നു കഴിഞ്ഞാൽ പിന്നെ നിശ്ചിത മണിക്കൂർ അവർ റെസ്റ്റ് എടുക്കണം. കാരണം ആഴ്ചയിൽ 2 ദിവസം മാത്രമേ നൈറ്റിൽ ജോലി ചെയ്യാവൂ തുടങ്ങിയ കർശന നിയന്ത്രണങ്ങൾ കൊണ്ടു. നൈറ്റ് സർവീസാണ് മിക്കപ്പോഴും വിമാന സർവീസുകൾ നിന്നുപോയി. 1200 പൈലറ്റുമാരെ കൂടി പുതുതായി നിയമിച്ചാൽ മാത്രമേ ഇൻഡിഗോയ്ക്ക് മുമ്പോട്ട് പോകാൻ കഴിയൂ. വലിയൊരു പ്രതിസന്ധിയാണ്. അങ്ങനെ ഇത് കർശനമായി നടപ്പിലാക്കാൻ തുടങ്ങിയതോടെ വിമാനങ്ങൾ പറക്കാൻ കഴിയാതായി, ആളുകളുടെ യാത്രകൾ റദ്ദായി. ഇപ്പോഴും താറുമാറാണ്. എല്ലാ പ്രശ്നവും പരിഹരിച്ചു. ഫെബ്രുവരി വരെ ഇത് നടപ്പിലാക്കുന്നത് നീക്കിവെച്ചു. ഫെബ്രുവരി വരെ സമയമുണ്ട്. ഫെബ്രുവരിക്ക് മുമ്പ് ഇൻഡിഗോ പുതിയ പൈലറ്റുമാരെ എടുക്കണം. പക്ഷെ അപ്പോഴും പ്രശ്നമാണ്, എവിടെയുണ്ട് ഇത്രയും പൈലറ്റുമാർ? കിട്ടാനില്ല. പൈലറ്റുമാർ ചോദിക്കുന്ന പണം കൊടുക്കേണ്ട സാഹചര്യമാണല്ലോ. അത്ര ഡിമാൻഡുള്ള തൊഴിലാണ് പൈലറ്റുമാരുടേത്. ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ പ്രതിസന്ധി പരിഹരിക്കാൻ ഒരു ഡിസംബർ 15 ആകുമെന്ന് പറയുന്നത്. ഇപ്പോഴും വിമാനം റദ്ദാവുന്നുണ്ട്. ഡിസംബർ 15 ശേഷം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ആരൊക്കെ ഈ ദിവസങ്ങളിൽ ഇൻഡിഗോ വഴി യാത്ര ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം യാത്രാപതാളത്തിലായി. പലപ്പോഴും വിമാനത്താവളത്തിൽ എത്തിക്കഴിയുമ്പോഴാണ് അറിയുന്നത് റദ്ദായെന്ന്. ഇത് പരിഹരിക്കപ്പെടാൻ അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിനിടയിൽ ഇൻഡിഗോ എന്തോ കുഴപ്പം കാണിച്ചു എന്ന തരത്തിൽ വലിയ പ്രചരണം, എന്തുകൊണ്ടോ കേന്ദ്ര സർക്കാർ നിർദ്ദേശം പാലിച്ചില്ല എന്നൊക്കെ ചോദിച്ച് ഒരുപാട് നീക്കങ്ങൾ ഇൻഡിഗോയ്ക്കെതിരെ വരുന്നുണ്ട്. ഒരു വശത്ത് ഇൻഡിഗോയ്ക്കെതിരെയുള്ള വികാരം, ഇൻഡിഗോ BJPക്ക് ഇലക്ട്രൽ ഫണ്ട് കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇൻഡിഗോയ്ക്ക് ലാഭമുണ്ടാക്കാൻ വേണ്ടി മോദി നിന്നുകൊടുത്തു തുടങ്ങിയ രാഷ്ട്രീയ പ്രചരണം. അതല്ല, അദാനി പുതിയ വിമാന കമ്പനി തുടങ്ങാൻ പോകുന്നു, അതുകൊണ്ട് ഇൻഡിഗോയെ തകർക്കാൻ വേണ്ടി മോദി ശ്രമിക്കുന്നു എന്ന എതിർ പ്രചരണം. ഇങ്ങനെ പലതുമുണ്ട്. ഇതൊന്നും വാസ്തവമല്ല. ഇതൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ശ്രമം നടത്തി. ആ നിയമം അനുസരിച്ച് പൈലറ്റുമാരെ ലഭിക്കാത്ത സാഹചര്യമുണ്ടായി. മാത്രമല്ല, ചെലവ് കുറഞ്ഞ യാത്രയാണ് ഇൻഡിഗോ സേവനം ചെയ്യുന്നത്. ചെലവ് കുറഞ്ഞ യാത്ര. അപ്പോൾ സ്വാഭാവികമായും പൈലറ്റുമാരുടെ എണ്ണവും എയർ ഹോസ്റ്റസ്മാരുടെ എണ്ണവും കൂടുമ്പോൾ നിരക്ക് കൂടും. ഇതിന് അടിസ്ഥാനപരമായി നഷ്ടം സഹിക്കേണ്ടി വരുന്നത് സാധാരണക്കാരനാണ്. നിരക്ക് കുറവായതുകൊണ്ടാണ് ആളുകൾ യാത്ര ചെയ്യുന്നത്. നേരത്തെ ഈ കണ്ണൂർ തിരുവനന്തപുരം വിമാന സർവീസ് തുടങ്ങിയപ്പം 1800 രൂപയ്ക്ക് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. 1800 രൂപയ്ക്ക് അത്തരമൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് മാറി. ഇപ്പോൾ ആ വിമാന സർവീസേ ഇല്ല. വാസ്തവത്തിൽ എന്താണ് രാജ്യം ചെയ്യേണ്ടത്? ഇത്തരം റൂട്ടുകൾ പ്രോത്സാഹിപ്പിക്കുക, അതിനുവേണ്ടി സൗകര്യം ചെയ്തു കൊടുക്കുക. അങ്ങനെ ഇന്ത്യയിലെ എല്ലാ എയർപോർട്ടുകളും പരസ്പരം ബന്ധിപ്പിക്കുന്ന തരത്തിൽ വിമാന സർവീസ് ഉണ്ടായാൽ സാധാരണ മനുഷ്യർക്ക് പോലും വിമാനത്തിൽ യാത്ര ചെയ്യാൻ കഴിയും. അത്തരമൊരു സാഹചര്യം ഒരുക്കുമ്പോൾ മാത്രമേ രാജ്യം വളരൂ. ലോക്കൽ വിമാന സർവീസ് ചെറിയ കാര്യമല്ല. തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് വിമാന സർവീസ് ഡയറക്റ്റ് ഉണ്ടായിരുന്നപ്പോൾ 1 മണിക്കൂർ വേണ്ട വിമാനം അവിടെ ചെല്ലാൻ. എൻ്റെ ഒരു ദിവസത്തെ പണിയെല്ലാം തീർത്തിട്ട് 11 മണിക്ക് ഇറങ്ങിയാൽ വിമാനത്താവളത്തിൽ 15 മിനിറ്റ് കൊണ്ട് ചെല്ലും, 11:15 ചെല്ലും. 12 ആകുമ്പോൾ വിമാനം പറന്നു വരും. ചെക്ക് ഇൻ ചെയ്താണ് പോകുന്നത്. 1 മണിയാവുമ്പോൾ കണ്ണൂരിൽ ചെന്നിറങ്ങും. ഇരിക്കൂറിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പല ബന്ധുക്കളുണ്ട്. അവിടെയുള്ള പല ചടങ്ങുകളിലും 2 മണിക്ക് മുമ്പ് അവിടെ ചെല്ലാം. അവിടെ ചെന്ന് എനിക്ക് ഭക്ഷണം കഴിക്കാൻ പറ്റുമായിരുന്നു. മണക്കടവിലും ആലക്കോടും ചെമ്പേരിയിലും ചെമ്പന്തൊട്ടിയിലും ഒക്കെ പലതവണ ഞാൻ പോയിട്ടുണ്ട്. ഓർക്കണം, 11 മണിക്ക് തിരുവനന്തപുരത്ത് ഓഫീസിലെ പണി പൂർത്തിയാക്കിയിട്ട് ഇറങ്ങുന്ന ഞാൻ 2 മണിക്ക് കണ്ണൂരിലെ അങ്ങ് 1 മണിക്കൂർ ദൂരമുള്ള എൻ്റെ ബന്ധുവീടുകളിൽ പോയി ഭക്ഷണം കഴിക്കും. ഈ ഒരു സൗകര്യം ഉണ്ടായിരുന്നു. ഇത്തരം സൗകര്യങ്ങൾ വർദ്ധിച്ചാൽ മാത്രമേ രാജ്യം വളരൂ. ആ ഒരു സൗകര്യം നിന്നുപോയപ്പോൾ അങ്ങനെ വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്യുന്ന, രാജ്യ പുരോഗതിക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കുന്ന ഇൻഡിഗോയെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ചിലരെങ്കിലും ശ്രമിക്കുന്നത്. അത് ശരിയല്ല. ആരാണെങ്കിലും അത് ശരിയല്ല. ഇൻഡിഗോ ഇവിടെ നിലനിൽക്കേണ്ടത് ആവശ്യമാണ്. ഇൻഡിഗോയെ പഴി പറഞ്ഞ് അവരെ ഇല്ലാതാക്കാൻ ശ്രമിക്കരുത്. അത്രയും വലിയൊരു വിമാന കമ്പനി, ഇന്ത്യയുടെ അഭിമാനമായ വിമാന കമ്പനി നിസ്സാര കാര്യങ്ങളുടെ പുറന്തള്ളപ്പെടേണ്ടതല്ല. അത് രാജ്യത്തിന് വലിയ നഷ്ടമുണ്ടാക്കും. ബൈജു സ്വാമി എഴുതിയിരിക്കുന്ന കുറിപ്പ് കൂടി കേൾക്കുക. ഇൻഡിഗോ വിഷയത്തിൽ ഇനി എഴുതേണ്ട എന്ന് കരുതിയതാണ്. പക്ഷെ അത് എഴുതാതെ ഇരുന്നാൽ കുറെ ഇരണ്ടം കെട്ട സോഷ്യലിസ്റ്റുകൾ ഇറക്കി വിടുന്ന സ്റ്റേറ്റ് സപ്പോർട്ടഡ് മൊണോപ്പൊളികൾ എന്ന വാദത്തിനെതിരെ ആരും മിണ്ടാനില്ലാത്ത അവസ്ഥ ഉണ്ടാകുമല്ലോ എന്ന് കരുതി. ഇൻഡിഗോ മനഃപൂർവ്വം കൊള്ളലാഭം ഉണ്ടാക്കാൻ DGCAയുടെ പുതുക്കിയ FDLT നിബന്ധനകൾ ലംഘിച്ചു. ആവശ്യമുള്ള അത്രയും പൈലറ്റുമാരെ എന്തുകൊണ്ട് റിക്രൂട്ട് ചെയ്തില്ല എന്നൊക്കെ കുറേ പേര് അടിച്ചുവിടുകയാണ്. ഇതിൽ എന്തെങ്കിലും വസ്തുത ഉണ്ടോ എന്നറിയാൻ എൻ്റെ സുഹൃത്തും ഇപ്പോൾ രാകേഷ് ജുൻജുവാലയുടെ ആകാശ് എയർലൈൻസിൻ്റെ ഒരു എക്സിക്യൂട്ടീവുമായ വ്യക്തിയുമായി ബന്ധപ്പെട്ടു. അയാളെ ബന്ധപ്പെടാൻ കാരണം കുറച്ച് HNIകൾ ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്ത് വെച്ച് ഇൻഡിഗോയുടെ സ്റ്റോക്കിൽ 2019 മുതൽ ഇൻവെസ്റ്റഡ് ആണ്. അവരിൽ 1-2 പേര് ഇൻഡിഗോയെ സർക്കാർ നാഷണലൈസ് ചെയ്യുമോ, ഇൻഡിഗോ പാപ്പരാകുമോ എന്നൊക്കെ ഭയചകിതരാണ്. ആകാശ് എയർലൈനിലുള്ള വ്യക്തി പറഞ്ഞു, ഇൻഡിഗോയ്ക്കെതിരെയുള്ള ആരോപണം അടിസ്ഥാനരഹിതമാണ്. കാരണം പൈലറ്റുമാരെ റിക്രൂട്ട് ചെയ്യുകയല്ല, അവർ സിനിമാ നടന്മാരെ പോലെ കോൺട്രാക്റ്റ് ഒപ്പിടുന്നവരാണ്. കൂടാതെ ഈ പൈലറ്റുമാർ DGCAയുടെ അക്രഡിറ്റഡ് ആയവരാകണം. അതുമാത്രമല്ല, ഇൻഡിഗോയുടെ വിമാനങ്ങൾ ഏതാണ്ട് മുഴുവൻ A320 ആണ്.
പൈലറ്റുമാരെ കോൺട്രാക്ട് ഒപ്പിടുമ്പോൾ A320യിൽ ഏറ്റവും കുറഞ്ഞത് 500 മണിക്കൂറെങ്കിലും പറന്ന് പരിചയമില്ലാത്തവരെ മെയിൻ പൈലറ്റായി നൈറ്റ് ലാൻഡിങ്ങിന് DGCA സമ്മതിക്കില്ല. അങ്ങനെയുള്ള പൈലറ്റുമാർക്ക് വൻ ഡിമാൻഡാണ് എന്നത് മാത്രമല്ല, അവരുടെ നെഗോഷിയേഷൻ ആൻഡ് പർച്ചേസിംഗ് പവർ വളരെ ഉയർന്നതാണ്. ഈ യോഗ്യതയുള്ള ഒരു പൈലറ്റിന് വേതനം തന്നെ ഏകദേശം 10 ലക്ഷവും പെർക്കുകളും ടയർ 1 and 2 സിറ്റികളിലെ റൂട്ടും 5 സ്റ്റാർ അക്കോമഡേഷനും എല്ലാമാണ്. കൂടാതെ അഹമ്മദാബാദ് ദുരന്ത ശേഷം ഇൻഡിഗോയുടെ നല്ല പൈലറ്റുമാരെ ടാറ്റ കൂടിയ വേതനം ഓഫർ ചെയ്ത് വലിക്കുന്നു. ആകാശ് എയർലൈൻ പോലെയുള്ള നഷ്ടത്തിലോടുന്നവർക്ക് ഫ്ലീറ്റ് എക്സ്പാൻഡ് ചെയ്യാനാകാതെ പ്രൈം റീസൺ ഇതൊക്കെയാണ്. അയാൾ പറഞ്ഞത് ശരിയാണോ എന്നറിയാൻ ഞാൻ ഇൻഡിഗോയുടെ എംപ്ലോയി ഡാറ്റ തപ്പിയെടുത്തു. അവരുടെ എംപ്ലോയി സ്ട്രെങ്ത് 2024 മുതൽ 25 വരെ നോക്കിയാൽ 25% വർദ്ധിച്ചിട്ടുണ്ട്. കൂടാതെ ഇപ്പോഴും ഗ്രൗണ്ട് സ്റ്റാഫിൻ്റെ എണ്ണം മാസാമാസം കൂട്ടുന്നുമുണ്ട്. കൊമേഴ്ഷ്യൽ പൈലറ്റ് അസോസിയേഷൻ ആയിരുന്നു പുതിയ നിബന്ധനകൾ നടപ്പിലാക്കാൻ സമ്മർദ്ദം ചെലുത്തിയത്. അവർക്ക് തന്നെ അറിയാമായിരുന്നു വ്യവസായം നേരിടുന്ന പ്രതിസന്ധി എന്നോർക്കണം. ഇൻഡിഗോ എരണ്ടക്കെട്ടുകാർ പറയുന്നത് പോലെ ക്രോണി ക്യാപിറ്റൽ കമ്പനിയൊന്നുമല്ല. ICICI, HDFC എന്നതുപോലെ പ്രൊഫഷണൽസ് മാനേജ് ചെയ്യുന്ന പ്രൊമോട്ടർ ഷെയർ ഹോൾഡർ മാനേജ്മെന്റിൽ ഇടപെടാത്ത ഒരു കമ്പനിയാണ്. പ്രൊമോട്ടറായിരുന്ന ഗംഗ്വാൾ 2004 ജെറ്റ് എയർവേസിലും കിങ് ഫിഷറിലും ജസ്വാഡിയയുടെ വിമാന കമ്പനിയും എല്ലാം ആയിരക്കണക്കിന് കോടിയിട്ട് അമ്മാനമാടുമ്പോൾ വെറും 14 കോടിയുമായി മറ്റൊരു നിക്ഷേപകനായ രാഹുൽ ഭാട്ടിയായുമായി തുടങ്ങിയൊരു ചെറിയ വിമാന കമ്പനിയാണ്. അന്നുണ്ടായിരുന്ന സകല എയർലൈൻ കമ്പനികളും ഇവരെക്കാൾ രാഷ്ട്രീയ പരിലാളന ഏറ്റുവാങ്ങിയ സ്റ്റേറ്റ് സപ്പോർട്ടഡ് മോണോപോളികളുമായിരുന്നു. ചില്ലറ കസ്റ്റമർ കംപ്ലയിൻസ് ഒഴിവാക്കിയാൽ നല്ല രീതിയിൽ പ്രവർത്തിച്ചും ആ ഇൻഡസ്ട്രി വിജയിക്കാൻ ആവശ്യമായ മാനേജീരിയൽ ഇൻപുട്ട് സ്വായത്തമാക്കിയുമാണ് ഇൻഡിഗോ ഇന്ന് നാം കാണുന്ന ഇൻഡിഗോ ആയതും 46,000 സ്വന്തം പേറോളുള്ള ജീവനക്കാരുടെ അന്നവുമായത്. 46,000 പേർക്കാണ് ഇൻഡിഗോ തൊഴിൽ കൊടുക്കുന്നത് ഓർക്കണം, അതും ഉയർന്ന ശമ്പളം. അങ്ങനെ ഒരു കമ്പനിയാണ് തല്ലിക്കൊല്ലാനുള്ള ആഹ്വാനവും കൊലവിളിയും. ഇൻഡിഗോ മാത്രമല്ല, പുതിയ പരിഷ്കാരം മൂലം ബുദ്ധിമുട്ടുന്നത് ടാറ്റയുടെയും സ്പൈസ് ജെറ്റും എല്ലാം ബുദ്ധിമുട്ടിലാണ്. ഇൻഡിഗോ മാത്രമേ ഇത്രയും സർവീസ് ഉള്ളൂ എന്നതുകൊണ്ട് അവരുടെ പേര് പ്രതിപട്ടികയിൽ വന്നുവെന്ന് മാത്രം. ജിയുടെ സർക്കാർ പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടിട്ട് വ്യോമഗതാഗതം താറുമാറായപ്പോൾ പോളിസി മരവിപ്പിച്ചു. എന്നിട്ട് ഇൻഡിഗോയെ പാഠം പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണ്. ഉടനെ 5 എയർലൈനുകൾ തുടങ്ങുമെന്നൊക്കെ വെച്ച് കാച്ചുന്നു. രസകരമായ കാര്യം, ലക്ഷക്കണക്കിന് കോടി രൂപ പാവപ്പെട്ട മനുഷ്യരുടെ കയ്യിൽ നിന്ന് നികുതിയായി ഊറ്റിയെടുത്ത് എയർ ഇന്ത്യ, ഇന്ത്യൻ എയർലൈൻസ് എല്ലാം നാശകോശമാക്കി വലിച്ചെറിഞ്ഞിട്ട് അത് തന്നെ വീണ്ടും ചെയ്യുമത്രേ. സുപ്രധാനമായ കാര്യമാണ്. എത്രയോ കോടി രൂപ പാവപ്പെട്ട മനുഷ്യരുടെ നികുതി പണത്തിൽ നിന്നും എയർ ഇന്ത്യയും ഇന്ത്യൻ എയർലൈൻസും ഒക്കെ വർഷങ്ങളായി തീർത്തിട്ടുണ്ട്. എന്നിട്ട് ഒടുവിൽ ആക്രിവിലയ്ക്ക് വിറ്റൊഴിഞ്ഞതാണ്. എന്നിട്ട് ഇനി 5 സർക്കാർ വിമാന കമ്പനി തുടങ്ങുമെന്നൊക്കെ പറയുന്നത് അങ്ങേയറ്റം മോശമാണ്. 5 പുതിയ ലൈസൻസ് കൊടുക്കുമെന്നാണെങ്കിൽ ആത്മഹത്യ ചെയ്യാൻ 5 മുതലാളിമാരെ കണ്ടെത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഉള്ള വിമാന കമ്പനികൾക്ക് പോലും ലാഭകരമായി നടത്താൻ കഴിയുന്നില്ല. ഇതിനിടെ കുറെ ഫേസ്ബുക്ക് പണ്ഡിതർ പറയുന്നത് കേട്ടു, ഇത് അദാനിയെയും അംബാനിയെയും സഹായിക്കാനാണെന്ന്. ഇൻഡിഗോ ഒഴിച്ചുള്ള എല്ലാ എയർലൈനുകളും നഷ്ടം കൊണ്ട് ആസനം പൊളിയുന്ന വ്യവസായത്തിൽ ആയിരക്കണക്കിന് കോടി നിക്ഷേപിച്ച് മയ്യത്താകാൻ അംബാനിയും അദാനിയും മരപ്പൊട്ടന്മാരല്ല, കാട്ടാനയ്ക്ക് അണ്ടർവേ തയ്ക്കുന്ന ഗുജ്ജൂസ് ആണ് എന്ന് പറയാനുള്ളൂ. അല്ലെങ്കിൽ സർക്കാർ അവർക്ക് വേണ്ടി ഇപ്പോൾ എയർലൈനുകളെ ഊറ്റുന്ന കൊള്ള നികുതികൾ ഒഴിവാക്കി ബാങ്കുകളിൽ നിന്ന് ആയിരക്കണക്കിന് കോടി അവർക്ക് ഒഴുക്കി കൊടുക്കണം. എന്തായാലും ഈ ഫയസ്കോ കാണുന്ന എനിക്ക് മനസ്സിലായി, സോഷ്യലിസ്റ്റ് എരണ്ടക്കെട്ട് എന്നത് മല്ലു ഫള്ളൂസിന്റെ DNA എൻഗ്രേവ് ചെയ്തതാണ്. എത്ര വിദ്യാഭ്യാസം കൂടിയാലും ലോകം കണ്ടാലും മല്ലൂസ് ഈസ് മല്ലൂസ് ആൻഡ് ഫള്ളു ടു. ഡിസ്ക്ലൈമർ, എനിക്ക് ഇൻഡിഗോയിൽ ഓഹരിയോ മറ്റേതെങ്കിലും രീതിയിലോ യാതൊരു ഇൻട്രസ്റ്റും ഇല്ല. അത് തന്നെ ഞാനും പറയട്ടെ, ഇന്നേ വരെ ഒരു കമ്പനിയിലും ഓഹരി എടുത്തിട്ടില്ലാത്ത മനുഷ്യനാണ് ഞാൻ. ഇൻഡിഗോ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അഭിമാനമാണ്. അതിനെ സംരക്ഷിക്കാൻ സർക്കാരും ജനങ്ങളും വേണ്ടത് ചെയ്യണം. അല്ലാതെ അവരൊരു പ്രതിസന്ധിയിൽ വന്നപ്പോൾ അവരെ ചവിട്ടി വീഴ്ത്താൻ ശ്രമിക്കുന്നത് രാജ്യദ്രോഹമാണ്.